നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച മുൻ എംഎൽഎ പി.വി. അൻവറിന് എത്ര വോട്ട് ലഭിക്കുമെന്നതിൽ വ്യക്തത വരുത്താനാകാതെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികൾ. അൻവർ ഒരു ഘടകമല്ലെന്ന് പറയുമ്പോഴും അവലോകന യോഗങ്ങളിൽ പ്രധാന ചർച്ചയാകുന്നത് അൻവർ ആരെ ചോർത്തും എന്നതാണ്. എൽ.ഡി.എഫ് പറയുന്നത് പരമാവധി 6500 വോട്ട്. അൻവർ എൽ.ഡി.എഫിൽ നിന്ന് ഇതിൽ കൂടുതൽ ചോർത്തിയെടുക്കില്ല എന്നാണ് CPIM വിലയിരുത്തൽ. എന്നാൽ അൻവർ ഒരു ഭീഷണിയും ഉയർത്തിയിട്ടില്ലെന്നും വോട്ട് ചോരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം മുൻകരുതൽ സ്വീകരിച്ചുവെന്നും UDF പറയുന്നു. 2000 താഴെ വോട്ട് മാത്രമേ UDFിൽ നിന്നും അൻവറിലേക്ക് പോകൂ എന്നാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. ഈ മുന്നണികളുടെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ 10000 താഴെ വോട്ടേ അൻവറിന് ലഭിക്കൂ. പക്ഷേ അൻവർ ആത്മവിശ്വാസത്തിലാണ്. അൻവറിന്റെ ക്യാമ്പ് പരസ്യമായി പറയുന്നത് ജയിക്കുമെന്നും രഹസ്യമായി പറയുന്നത് എങ്ങനെ പോയാലും 25000 വോട്ടിൽ കുറയില്ല എന്നുമാണ്. കണക്ക് കേട്ട് തലപെരുത്ത് നിൽക്കുന്നവരോട് നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു നഗരസഭയും 7 പഞ്ചായത്തും ഒന്ന് കറങ്ങി വരാൻ പറയുന്നുണ്ട് അൻവർ അനുകൂലികൾ. വഴിക്കടവിലാണ് സംഘടനാ രീതിയിലുള്ള എല്ലാ പ്രവർത്തനവും നടന്നത്. നിലമ്പൂർ നഗരസഭയ്ക്ക് പുറമെ ചുങ്കത്തറയും പ്രതീക്ഷയുണ്ട്. മൂത്തേടത്ത് ലീഗ് വോട്ട് ചോരണം. എടക്കര, കരുളായി, അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ അടിയൊഴുക്കുകളും വേണം. എന്നാലും ജയിക്കണമെങ്കിൽ LDF, UDF മുന്നണികളിൽ ഉരുൾപൊട്ടലുണ്ടാകണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.